ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ RRBA റെയിൽവേ എക്സാംസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. RRB ഗ്രൂപ്പ് ഡിയും RRB ടെക്നീഷ്യൻ ഈ രണ്ട് എക്സാംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഇതിലേതാണ് ബെറ്റർ? അപ്പോൾ മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ചിലതിനകത്ത് ക്വാളിഫിക്കേഷനിനകത്ത് ITI ചോദിച്ചിട്ടുണ്ട്. ITI മസ്റ്റ് ആണോ? ITI ഇല്ലാത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി പാറ്റേൺ, അതുപോലെ തന്നെ അതിൻ്റെ സാലറി, എക്സാം പാറ്റേൺ, ജോബ് പ്രൊഫൈൽ, അതുപോലെ പോസ്റ്റ് പാരാമീറ്റേഴ്സ്, അങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡിയെ കുറിച്ചാണ്. RRB ആണ് അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. നാഷണൽ ലെവലിലുള്ള എക്സാമിനേഷനാണ്. അത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ലാസ്റ്റ് ഏകദേശം 1 lakh അടുപ്പിച്ച് വേക്കൻസീസ് എന്തായിരുന്നു 2019 ലാസ്റ്റ് ഗ്രൂപ്പ് ഡി നടന്നു, അപ്പോഴുണ്ടായിരുന്നു. ഇപ്പോൾ റെയിൽവേയുടെ ഒരു ആനുവൽ കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. അവർ എക്സാംസ് എന്ന് നടത്തും എന്നുള്ള രീതിയെ കുറിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ NTPCയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ഏപ്രിൽ ജൂണിൽ ഇപ്പോൾ ഓൾറെഡി ടെക്നീഷ്യൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെവൽ 1 പോസ്റ്റ്, അതായത് ഗ്രൂപ്പ് ഡി പോസ്റ്റ് വരുന്നത് ഒക്ടോബർ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. ഒക്ടോബർ ഡിസംബർ ആ ടൈം പീരീഡിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് റെയിൽവേയുടെ ആനുവൽ കലണ്ടർ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് എന്തായിരുന്നു, നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ വേണം. മെട്രിക്കുലേഷൻ എന്നാണ്. ചില പോസ്റ്റുകൾക്ക് ITIയുടെ റിക്വയർമെൻ്റ് ഉണ്ട്. അതിൽ ചെറിയ ടെക്നിക്കൽ പോസ്റ്റ് വരുമ്പോഴത്തേക്കും അതിനകത്തും ITIയുടെ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ITI കമ്പൾസറി അല്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതായിരുന്നു നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ്. അപ്പോൾ ഇതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് പ്രധാനമായിട്ടും ട്രാക്ക് മെയിൻറ്റെയിനർ, ഹെൽപ്പർ ഓർ അസിസ്റ്റൻറ്റ് പോയിന്റ്സ്മാൻ, അതുപോലുള്ള ലെവൽ 1 പോസ്റ്റാണ്. ആ പോസ്റ്റ് ഏകദേശം 17ഓളം പോസ്റ്റ് ഇതിനകത്ത് വരും. ആ പോസ്റ്റുകളെ കുറിച്ച് നമുക്കറിയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുമ്പോഴത്തേനും ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞായിരിക്കും അപ്പോയിൻമെൻറ്റ് നടക്കുന്നുണ്ടാവുക. ഓൺലൈൻ ടെസ്റ്റാണ് നടക്കുന്നത് കേട്ടോ. അതുപോലെ അക്രോസ് ഇന്ത്യ നാഷണൽ ലെവലിലാണ് ആ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എലിജിബിലിറ്റി. 10ാം ക്ലാസ് പാസ്സായ ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് വേക്കൻസീസ് വരും. ഈ 2019 ഏകദേശം 4-5 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോഴത്തേക്കും നല്ലൊരു വേക്കൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. ഏകദേശം ലാസ്റ്റ് 1 lakh ആയിരുന്നു. ഒരു നല്ലൊരു വേക്കൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ നമുക്ക് എന്താണ് കോമ്പറ്റീഷൻ, ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷനാണ്. 10ാം ക്ലാസ് പാസ്സായ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ടെക്നീഷ്യൻ്റെ കാര്യം നോക്കാം. ആ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് റെയിൽവേ RRB തന്നെയാണ് നടത്തുന്നത്. ടെക്നീഷ്യനാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9,000ഓളം വേക്കൻസീസ് അതിനകത്ത് വന്നിട്ടുണ്ട്. 9,000ഓളം വേക്കൻസീസ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഓൺലൈൻ എക്സാമിനേഷനാണ്. എക്സാം ഡേറ്റ് അത് ഇതായിട്ടില്ല, അതൊന്ന് പറയാം. പിന്നെ 18 to 33 അവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് 1 എക്സാം ഉണ്ട്, സ്റ്റേജ് 2 എക്സാമിനേഷൻ ഉണ്ട്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കലും കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് 10th + ITI ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മറ്റതിനകത്ത് നമ്മുടെ ഗ്രൂപ്പ് ഡിക്കകത്ത് 10th മാത്രം മതി. ITI ചില പോസ്റ്റുകൾക്ക് മാത്രമേ കമ്പൾസറി ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതിനകത്തെല്ലാം 10th മാത്രം മതി. പക്ഷേ നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വരുമ്പോൾ 10th + ITI, അതല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമ, അതുമല്ലാന്നുണ്ടെങ്കിൽ BTech ഉള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ടെക്നീഷ്യൻ പോസ്റ്റ് അപേക്ഷിക്കണം, അല്ലെങ്കിൽ LP ടെക്നീഷ്യൻ പോസ്റ്റ് അപേക്ഷിക്കണം. LP ടെക്നീഷ്യൻ ആ ഒരു ഇതായിട്ടായിരിക്കും വരുന്നുണ്ടാവുക, ഒരേ സമയത്തായിരിക്കും അത് വരുന്നുണ്ടാവുക. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും പിന്നെ ടെക്നീഷ്യനും. അപ്പോൾ ITI ഉള്ള ആൾക്കാർക്കായിരിക്കും അത് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് ഡി എല്ലാവർക്കും 10th പാസ്സായ ആൾക്കാർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ശരി, അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിൻ്റെ പോസ്റ്റ് പാരാമീറ്റേഴ്സ് നോക്കാം. അടുത്ത് നമുക്ക് എക്സാം പാറ്റേണിലേക്ക് പോകാം. ഗ്രൂപ്പ് ഡിയുടെ എക്സാം പാറ്റേൺ വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് പോകുന്നത്. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്. അപ്പോൾ ലാസ്റ്റ് 2019 ഗ്രൂപ്പ് ഡി വന്നപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ PSCയുടെ സിലബസിനനുസരിച്ചുള്ള ടോപ്പിക്കായിരുന്നു നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സിലബസിൽ തന്നിരുന്നത്. അപ്പോൾ PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ഡി ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഒത്തിരി ടഫായിട്ടുള്ള എക്സാം അല്ല. റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ എഴുതാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവിടെ നോക്കുക, മാത്സ് 25 ക്വസ്റ്റ്യൻ, GK എത്രയാണ് 20 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻ, ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻ. ടോട്ടൽ മാർക്ക് 100 ആണ്. 90 മിനിറ്റ് ആയിരിക്കും നമുക്ക് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ തന്നിട്ടുള്ളത് കേട്ടോ. ശരി, ഇനി നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ജനറൽ അവയർനെസ് ഉണ്ട്. ഇത് ടെക്നീഷ്യൻ്റെയാണ് കേട്ടോ.
ടെക്നീഷ്യൻ പോസ്റ്റിൽ വയ്ക്കുമ്പോൾ ജനറൽ അവയർനെസ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, അതുപോലെ എന്താ പറയുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, മാത്സ് ഉണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35, അതായത് ടെക്നിക്കൽ നോളേജ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള 35 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് എത്രയാണ്? 100 മാർക്ക്, സമയം 90 മിനിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു വ്യത്യാസം. മറ്റേത് നമുക്ക് നോർമലായിട്ട് 10ാം ക്ലാസ് പാസ്സായവർക്ക് ഗ്രൂപ്പ് ഡി അപേക്ഷിക്കാം, അത് പരീക്ഷ എഴുതാം. പക്ഷേ ടെക്നിക്കൽ നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ IT ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിടെക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ്. ശരി, ഇനി ഇത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പോസ്റ്റ് പാരാമീറ്റേഴ്സ് ആണ്. ഗ്രൂപ്പ് ഡിയുടെ പോസ്റ്റ് പാരാമീറ്റേഴ്സ് ആണ്. ഏതൊക്കെ പോസ്റ്റ് നമുക്കിവിടെ ഉണ്ട്? ഏകദേശം 17 പോസ്റ്റുകളുണ്ട്. അതിൽ ഓരോരുത്തർ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നുള്ളതൊക്കെ വ്യക്തമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോ പോയി നോക്കുക, അപ്പോൾ സംശയമുള്ളവർക്ക് മാറും. പിന്നെ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റാവുന്ന പോസ്റ്റും പറ്റാത്ത പോസ്റ്റും ഉണ്ട്, അത് നോക്കിയിട്ടുക. പിന്നെ അവയുടെ ഏജ് ലിമിറ്റ് 18 to 33 ആണ്. പിന്നെ 10th പാസ് ഓർ ITA ആണ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക ഇതെന്ന് പറയുന്നത് കേട്ടോ, ക്വാളിഫിക്കേഷൻ. പിന്നെ അപ്രന്റീസ്ഷിപ്പ് ഉള്ളവർക്കും IT ഇല്ല, 10th ക്ലാസ് ഓർ അപ്രന്റീസും അപേക്ഷിക്കാം. അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ നേടിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ നിന്നായിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അതല്ല വേറെ പ്രശ്നമൊന്നുമില്ല. 10th പാസ് ഓർ അപ്രന്റീസ്ഷിപ്പ് ഉള്ളവരും എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷിക്കാൻ പറ്റും. ശരി, നെക്സ്റ്റ്. ഇനി ഇത് നമ്മുടെ ടെക്നിക്കൽ പോസ്റ്റിലേക്കുള്ള എന്താ പറയുക ഒരിതാണ്. ഓരോ പോസ്റ്റിൻ്റെ നിയമം അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അതുപോലെ ബ്ലാക്ക് സ്മിത്ത്, ബ്രിഡ്ജ്, കാരേജ് ആൻഡ് വാഗൺ, അതുപോലെ തന്നെയാണ് എന്താ ക്രെയിൻ ഡ്രൈവർ, അങ്ങനെ പറഞ്ഞ വിവിധങ്ങളായ പോസ്റ്റ് ഉണ്ട്. ഓരോന്നിനും വേണ്ടിയിട്ടുള്ള എന്താ പറയുക, അത് ചില പോസ്റ്റുകൾക്ക് നമുക്ക് ബിടെക് ആയിരിക്കും വേണ്ടിയിട്ടുണ്ടാവുക, ചിലത് എന്തായിരിക്കും മെട്രിക്കുലേഷൻ ആയിരിക്കും വേണ്ടിയിട്ടുണ്ടാവുക. മെട്രിക്കുലേഷൻ ITയും കമ്പൾസറി ആണ്, ആ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഈ 2 പോസ്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഇനി സാലറി വന്നിട്ട് ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ഏകദേശം ഒരു 33 to 35K, 33 to 35K ഇത്. അത് RRB ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 40K നിയറസ്റ്റ് ആയിട്ടുമായിരിക്കും വരുന്നത്. അത് നമ്മുടെ ALP വരുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം 60K സംതിങ് പോകും. കാരണം അത് അങ്ങനെ ഒരു ജോബാണ് എന്ന് പറഞ്ഞാൽ ഏത് സമയവും നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുക, ഒരു കോള് വന്നു കഴിഞ്ഞാൽ ജോലിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ടൈപ്പ് ഒരു ജോബാണ്, അതാണ് ALP. അപ്പോൾ അതിനകത്തേക്ക് എന്താ പറയുക ഏകദേശം 60K സാലറി കിട്ടും. ടെക്നീഷ്യൻ പോസ്റ്റിന് ഏകദേശം 40K ആണ് വരുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് 33 to 35K ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം മനസ്സിലായിക്കോളാം. നമുക്ക് ഇപ്പോൾ ചില മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് എനിക്ക് 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ, IT ഇല്ല, അതുകൊണ്ട് ഗ്രൂപ്പ് ഡി അപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ നോക്കിയിരിക്കരുത്, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപേക്ഷിച്ചുള്ളൂ. അതിനൊരിക്കലും ഇത് ചെയ്യരുത്. അപേക്ഷിച്ചാൽ മാത്രം പോരാ, എക്സാം പാറ്റേൺ ഞാൻ പറഞ്ഞു തന്നു, സിലബസിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, വ്യക്തമായിട്ടും പോയി നോക്കിക്കൊള്ളുക. നന്നായിട്ട് പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. എന്തായാലും ആനുവൽ കലണ്ടറിലുണ്ട്, അപ്പോൾ ഇനി എന്തായാലും അവർ വെച്ച് വൈകിപ്പിക്കത്തില്ല. നല്ലൊരു എന്താ ബൾക്ക് എമൗണ്ട് ഓഫ് വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുക. ആ ജോലി നമുക്ക് നല്ല സാലറിയാണ്. അതുപോലെ മിക്ക ആൾക്കാരും പറയുന്ന ഗ്രൂപ്പ് ഡി പോസ്റ്റൊക്കെ വളരെ മോശം പോസ്റ്റുകളാണ്, അങ്ങനെയൊന്നുമില്ല. നല്ല പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളെ കുറിച്ചും ഏതൊക്കെ ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിയെ കുറിച്ച് കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നോക്കണം. ഓക്കെ, ശരി. അപ്പോൾ ആ പോസ്റ്റുകളുടെ വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളുക. ഇനി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും അവസരമുണ്ട്. പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സാംസ്, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അത് നിങ്ങൾക്ക് സംശയം ചോദിക്കാനായിട്ടുള്ള ലൈവ് ക്ലാസ് അഥവാ മിസ്സാണെങ്കിൽ റെക്കോർഡ് സെഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കോഴ്സും നമ്മുടെ അഡാ 24/7 നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഓഫർ വന്നിട്ടുണ്ട്, ഫാദേഴ്സ് ഡേ ഓഫർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഞായറാഴ്ച വരെയാണ്, 16ാം തീയതി വരെയാണ് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഓഫറിൽ എന്തെന്ന് വെച്ചാൽ 17% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം ഡബിൾ വാലിഡിറ്റിയും കിട്ടും. 17% ഡിസ്കൗണ്ടും ഡബിൾ വാലിഡിറ്റിയും കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, പർച്ചേസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളുക. ഈ ഫാദേഴ്സ് ഡേ ഓഫർ, ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുക. ഇനി ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹാ പാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിനകത്തു നിന്നും കിട്ടുന്നത്. നമ്മുടെ അഡാ 24/7 എന്ത് ചെയ്യുക, വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിന്നും എന്ത് ചെയ്യുക, ആ ഓൾ കോഴ്സസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക, കേരള സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നമ്മുടെ ബാങ്ക് എക്സാമോ അല്ലെങ്കിൽ റെയിൽവേ ആണെങ്കിൽ റെയിൽവേയോ കേരള റെയിൽവേയോ ഏതാണോ എക്സാംസ് അത് ചെയ്യുക. റെയിൽവേയുടെ ബാച്ചസ് 2 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ ക്ലാസ് ആണ് കേട്ടോ. ഓൾറെഡി 7th ജൂണിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് നോക്കിക്കൊള്ളാം, നിങ്ങൾക്ക് മാക്സിമം അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇനിയിപ്പോൾ വരുന്ന നമ്മുടെ എക്സാംസ് ഇതിനകത്തേക്ക് ആഡ് ആവും. അതുപോലെ തന്നെ എന്താണ് നിലവിൽ ഇ ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. ഓക്കെ, Y907 അപ്പോൾ 2323 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നോക്കൂ, നിങ്ങൾക്ക് എല്ലാ നമ്മുടെ മഹാപാക്ക് ഉണ്ട് കേട്ടോ. മഹാപാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് മഹാപാക്ക് എടുക്കുമ്പോൾ PSC ആയാലും SSC ആയാലും RRB ആയാലും ഏത് പരീക്ഷ നമ്മളിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ എക്സാംസ് എല്ലാ കോഴ്സും നിങ്ങൾക്ക് ഈ ഒരു പാക്കിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ഇപ്പോഴത്തെ വില കണ്ട് 3399 രൂപയേ ഉള്ളൂ. ഇനിയും ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. Y907 എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. 3319 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എല്ലാ പാക്കും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡബിൾ വാലിഡിറ്റി ആണ്. ഡബിൾ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ ഓഫർ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 6 മാസമാണ് കോഴ്സിൻ്റെ വാലിഡിറ്റി എങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കോഴ്സും എല്ലാ എക്സാംസും എല്ലാ നോട്ട്സും എല്ലാ ബുക്കും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും നിങ്ങൾക്ക് ആ കോഴ്സിനകത്ത് ആക്സസ് ചെയ്യാം. അപ്പോൾ ഫ്രീ എന്ത് ചെയ്യാം 3300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം ഫുള്ളും കംപ്ലീറ്റ് എല്ലാ പരീക്ഷയും നിങ്ങൾ തയ്യാറെടുക്കുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആ ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാനും പറ്റും കേട്ടോ. കാരണം മൾട്ടിപ്പിൾ എക്സാംസ് ഓരോന്നിനും പൈസ കൊടുത്ത് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും ആ സെയിം കോഴ്സസ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒറ്റ പാക്കിൽ കേട്ടോ. അപ്പോൾ അത് അഡാ 24/7 ഒരു പ്രത്യേകതയാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അവസരമാണ്. ഡബിൾ വാലിഡിറ്റിയും 15% ഓഫും നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ. അത് മാക്സിമം യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ ഈ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെയും ടെക്നീഷ്യൻ്റെയും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി നിങ്ങൾക്ക് ഫ്രീ എക്സാംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഡെയിലി ക്യൂസസ് ഉണ്ട്. അത് RRBയുടെ ആയാലും SSCയുടെ ആയാലും എല്ലാത്തിൻ്റെയും ക്യൂസസ് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ പറയുന്ന ഫ്രീ മെറ്റീരിയൽസ് ആയാലും പെയ്ഡ് മെറ്റീരിയൽസ് ആയാലും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ക്വാളിറ്റി ആയിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ. നന്നായിട്ട് പഠിക്കുക. അടുത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ആ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ.